വോട്ടർ പട്ടികക്കെതിരെ ബീഹാറിൽ നിന്നുയർന്ന പ്രതിഷേധം അവസാനിക്കുന്നില്ല. സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്ന് ആധാർ കാർഡ് ഉൾപ്പെടെ പരിഗണിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായെങ്കിലും ഭരണകൂടത്തിനു വേണ്ടിയുള്ള ഒത്തുകളി തുടരുകയാണെന്നാണ് ആക്ഷേപം. ബീഹാറിൽ ലക്ഷക്കണക്കിന് മുസ്ലിം ദളിത് സ്ത്രീ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് കൂട്ടത്തോടെ വെട്ടിമാറ്റിയെന്നാണ് കോൺഗ്രസ് ആക്ഷേപം. 2020 ഇന്ത്യ സഖ്യയും NDAയും കടുത്ത മത്സരം നടന്ന 6 ജില്ലകളിലെ 60 നിയമസഭാ സീറ്റുകളിലാണ് കൂട്ടത്തോടെ സ്ത്രീ വോട്ടർമാരെ നീക്കിയത്. ഇതുവരെ ലഭിച്ച കണക്ക് പ്രകാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത 23 ലക്ഷം സ്ത്രീ വോട്ടർമാരെ SIR അന്തിമ പട്ടികയിൽ നീക്കിയിട്ടുണ്ടെന്ന് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ അൽക്ക ലാംബെയാണ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. 60 നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരത്തിനൊടുവിൽ ഇന്ത്യ സഖ്യം 25 സീറ്റിലും NDA 34 സീറ്റിലും വിജയിച്ചു. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ബീഹാറിലെ 3.5 കോടി വനിതാ വോട്ടർമാരിൽ 6.28% പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നിർദ്ദേശപ്രകാരമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഈ കൃത്രിമം കാണിച്ചതെന്ന് അൽക്കം ലാംബ. ഇതിനിടെ ബീഹാർ വോട്ടർ പട്ടികയിൽ വിദേശികളും ഉൾപ്പെട്ടിരുന്നുവെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പട്ടികയിൽ നിന്ന് എത്ര വിദേശികൾ നീക്കിയെന്നതടക്കം വിശദാംശങ്ങൾ വ്യക്തമാക്കാതെ അത് ശുദ്ധീകരിച്ചു എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വാക്കുകൾ. നീക്കം ചെയ്തവരുടെ പട്ടികയിൽ മരിച്ച വോട്ടർമാർ, വിദേശികൾ, സ്ഥിരമായി സ്ഥലം മാറിപ്പോയവർ എന്നിങ്ങനെ ഉൾപ്പെടുന്നു. 3.66 ലക്ഷം പേരുടെ പട്ടിക ജില്ലാ കളക്ടർ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ പ്രസിഡന്റുമാരുമായി ഇത് പങ്കിട്ടിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശം സമർപ്പിക്കുന്ന തീയതിക്ക് 10 ദിവസം മുമ്പ് വരെ എതിർപ്പുകൾ ഉണ്ടെങ്കിൽ ഉന്നയിക്കാമെന്ന് ജ്ഞാനേഷ് കുമാർ പറയുന്നു. SIR വിജയകരമായി പൂർത്തിയാക്കിയതോടെ ബീഹാറിലെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കപ്പെട്ടു. 22 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു ശുദ്ധീകരണം നടന്നത്. ഇനി രാജ്യമെമ്പാടും ഈ പ്രക്രിയ നടക്കുമെന്നും ജ്ഞാനേഷ് കുമാർ. കഴിഞ്ഞ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടില്ലാത്തവരായി മാറിയതെന്ന് കോൺഗ്രസ്. കഴിഞ്ഞ ലോക്സഭയിൽ ഈ സ്ത്രീകൾ വോട്ട് ചെയ്തപ്പോൾ അവരുടെ വോട്ടുകൾ വ്യാജമായിരുന്നു എന്നും വ്യാജ വോട്ടുകളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട MPമാർ സർക്കാർ രൂപീകരിക്കാൻ സഹായിച്ചോ എന്ന പൊതുചോദ്യത്തിന് ഇലക്ഷൻ കമ്മീഷന്റെ ശുദ്ധീകരണം എന്ന മറുപടി മതിയാകില്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഇരുട്ടുകൊണ്ട് ഓട്ട അടക്കുകയാണെന്ന് വ്യക്തം.